ഹലോ, അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് സൈഡ് ഡിഷായിട്ടോ സ്റ്റാർട്ടറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കൂന്തൾ നിറവ് ഫ്രൈ ആണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വലിയ കൂന്തളാണ് വേണ്ടത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. തലൻ്റെ ഭാഗങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പൊടിയായി അരിഞ്ഞത്, സവാള, കാശ്മീരി ചില്ലി, മഞ്ഞൾ, ഉപ്പ് എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കൂന്തളിൻ്റെ തലയുടെ ഭാഗങ്ങൾ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മൂടി വെച്ച് വെന്തതിന് ശേഷം നല്ല ഫ്രൈ ആക്കി എടുക്കണം. നല്ലൊരു ടേസ്റ്റാണ്. ആ മസാലക്ക് നല്ല ഫ്രൈ വരണം. കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി വഴറ്റി മാറ്റി വെക്കുക. പിന്നെ നമ്മുടെ കൂന്തളിൽ നമുക്ക് ഈ മസാല പച്ചേർക്കളി നന്നാക്കിയിട്ട് ഈ മസാല നമ്മുടെ കൂന്തളിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കണം. ചൂടാറിയതിന് ശേഷം പിന്നെ ഞാൻ കൈ കൊണ്ടാണ് നിറച്ച് കൊടുത്തത്. സ്പൂണ് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ പിന്നെ കൈ കൊണ്ട് നിറച്ച് വിരൽ കൊണ്ട് തള്ളി ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഈ പച്ചേർക്കൽ കുത്തി കൊടുക്കണം. പിന്നെ നമുക്ക് ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പ്, മുളക്, മഞ്ഞൾ, ഈ കുത്തി വെച്ച നമ്മൾ നിറച്ച് വെച്ച കൂന്തൾ അതിൽ മസാല തേച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇഡ്ഡലി കുക്കറിൽ ഒരു വാഴയില വെച്ചിട്ട് അതിലൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് വേകുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കാശ്മീരി ചില്ലി, ഉപ്പ് ഇതെല്ലാം ഇട്ടൊന്ന് കരിയാതെ ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ഈ വേവിച്ച് വെച്ച കൂന്തളിനെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല ഗോൾഡൻ നല്ല കളറാകുന്നത് വരെ ഫ്രൈ ചെയ്യുക. നമ്മുടെ അടിപൊളി കൂന്തൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്.